ഫ്രണ്ട്സ്, നമ്മളൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി എങ്ങനെ കിട്ടുന്നത്? നമ്മുടെ പച്ചക്കറിയുടെ ആ ഒരു കട്ടും ആ ഒരു കോംപ്ലക്ഷനും ആ ടെക്സ്ചറൊക്കെയാണ് അതിനൊരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരെ അറിയുന്ന സാധാരണ കട്ട് തന്നെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ജൂലിയൻ കട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ ദേ വഴിയെ പറയുന്നത്, നമുക്ക് കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. നമ്മൾ സാധാരണ എങ്ങനെയാണോ പീൽ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ക്യാരറ്റ് പീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളൊരു വലിയ കഷ്ണങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഇതൊരു സ്ക്വയർ കട്ടായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്യാരറ്റ് ഒരു ഭാഗം കട്ട് ചെയ്യുക, പിന്നെ അടുത്ത ഭാഗം ഇങ്ങനെ കമഴ്ത്തി വെച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഭാഗം കിട്ടും കേട്ടോ. ഇനി നമ്മൾ നൈസായിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വലിയ എക്സ്പെർട്ട് ഒന്നും അല്ലെങ്കിലും നമ്മൾ പതുക്കെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മെയിൻലി നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സാധാരണ നൂഡിൽസിനും അതുപോലെ തന്നെ സാലഡിനും വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ജിഞ്ചറാണ് കേട്ടോ. ജിഞ്ചർ ഇതുപോലെ നന്നായി കളഞ്ഞു കൊടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ട് നീളത്തിൽ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ചെറിയ പീസുകളായിട്ട് ഇത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ പതുക്കെ ചെയ്താലും മതി കേട്ടോ. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ജിഞ്ചർ ചിക്കനിലാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കാണ്. അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസിലൊക്കെ നല്ല ടെക്സ്ചറും അതുപോലെ തന്നെ സാലഡിലും ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ അടിപൊളിയല്ലേ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് തോല് കളഞ്ഞിട്ട് നമ്മൾ ആദ്യം വട്ടത്തിലാട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത്. അത് നല്ല നൈസായിട്ട് തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ നീളത്തിൽ അങ്ങ് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്പീഡ് നോക്കണ്ട, നമ്മളിത് പ്രാക്ടീസോടുകൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ സ്പീഡായിക്കോളും. ഇത് നമ്മൾ പിക്കിളിനും സാലഡിനൊക്കെ ഉഗ്രനാട്ടോ. അങ്ങനെ ബീട്രൂട്ട്, ജിഞ്ചർ, ക്യാപ്സിക്കം, ക്യാരറ്റ്, അങ്ങനെ ജൂലിയൻ കട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കിക്കൂടെ? ഇനി കൂടുതൽ കട്ടുകൾ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ.